ഇസ്രായേലിന്റെ തിരിച്ചടി ഇറാനിലേക്ക് സംഭവിക്കുകയാണ്. ടെഹ്റാൻ, തബ്രിസ് നഗരങ്ങളിലാണ് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ബെയ്റൂട്ടിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് തിരിച്ചടിക്കേണ്ട എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം മറികടന്ന് പൂർണ്ണമായും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇറാന്റെ മിസൈൽ വേധ നീക്കങ്ങൾ നേരിടാനും ചെറുക്കാനും ഇസ്രായേൽ പൂർണ്ണമായും ഒരുങ്ങിയെന്ന് പറയുന്ന പശ്ചാത്തലം കൂടി. അതേസമയം ഈ ഗൾഫ് മേഖലയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സേന അതീവ ജാഗ്രത പുലർത്തുന്നു. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, കുവൈറ്റിലും UAE പല ഭാഗങ്ങളിലും ബഹറിലും മറ്റും വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണവും മറ്റും ഉണ്ടായിരുന്നു. അതിന്റെ കൃത്യമായ കാരണങ്ങൾ ഇറാൻ പാർലമെന്റ് സ്പീക്കർ വ്യക്തമാക്കുകയും മറ്റും ചെയ്തിരുന്നു നേരത്തെ. ഇറാൻ ഈ വിഷയത്തിൽ വീണ്ടും ആ മേഖല ആക്രമിക്കപ്പെടുമെന്നുള്ള മുന്നറിയിപ്പും ഇറാന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രധാനമാണല്ലോ. ഇപ്പോൾ ഗൾഫ് മേഖല വീണ്ടും ആശങ്കയിലേക്ക് കടക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ വിനോദ്. രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ IRGCയുടെ അവരുടെ റവല്യൂഷണറി ഗാർഡിൻ്റെ അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. അത് ഒരു ഇസ്രായേലിൻ്റെ അവകാശവാദം മാത്രമല്ല, ഈ 3 നഗരങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നത് ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇറാൻ നടത്തിയ ആക്രമണം, ഏതാണ്ട് 10 അധികം ഭൂഖണ്ഡാന്തര മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, ആ തരത്തിലേക്ക് പോകാൻ കഴിഞ്ഞു ഇറാന് എന്നതാണ്. അവിടെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ IRGCയുടെ ഈ അറിയിപ്പ് വരുമ്പോഴും അവർ പറയുന്നത് തിരിച്ചടി തുടരും എന്ന് തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൽ തങ്ങൾ തളർന്നു പോകുന്നില്ല, അമേരിക്കയെയും ഇസ്രായേലിനെയും ഉറപ്പായും ആക്രമിക്കും എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധത്തിലേക്ക് പോകരുത് എന്നൊരു നിലപാട് അമേരിക്ക എടുത്തിട്ടുണ്ട്. ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഈ സമാധാന കരാറുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്, അതിന് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നൊരു നിലപാട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം, അങ്ങനെ ഒരു നിർദ്ദേശമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേൽ എടുത്തിരിക്കുന്ന നിലപാട് ഒറ്റ രാത്രി കൊണ്ട് ഇറാനെ കത്തിക്കും എന്ന നിലയ്ക്കാണ്. ഇറാനും ആ തലത്തിൽ തന്നെ നിൽക്കുന്നു. ലെബനനെ ആക്രമിച്ചതോടുകൂടിയാണ് ഇറാൻ ഒരു പ്രത്യാക്രമണം എന്ന നിലയിൽ അവരുടെ സഖ്യരാഷ്ട്രത്തെ ആക്രമിച്ചതോടുകൂടിയാണ് അങ്ങനെ പുറപ്പെട്ടത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ ഇറാനിൽ എത്തിയിട്ടുണ്ട്. അവിടെ സമവായ ചർച്ചകൾ നടക്കുന്നുണ്ട്. മധ്യസ്ഥ രാഷ്ട്രം എന്ന നിലയിലാണ് പാകിസ്ഥാൻ്റെ ഇടപെടൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ മധ്യസ്ഥ ചർച്ചകൾ നടക്കുമ്പോഴും കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് മറ്റൊരു വസ്തുതയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്.